വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC വടകര ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിവിഷൻ തല ധർണ നടത്തി. വടകര വൈദ്യുത ഭവനു മുന്നിൽ നടന്ന ധർണ KEEC മുൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയും വടകര നഗരസഭാ കൗൺസിലറുമായ K. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യം വിറ്റ് മുടിക്കുമ്പോൾ രാജ്യം കട്ടുമുടിക്കുമ്പോൾ പ്രതിരോധിക്കാൻ പ്രതിഷേധിക്കാൻ INTUC ഉണ്ടിവിടെ. തൊഴിലാളികൾക്ക് ഇന്നലെ കിട്ടിയിരുന്ന സംരക്ഷണം ഈ പുതിയ ലേബർ കോഡിലൂടെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ, കേരളത്തിലെ വൈദ്യുതി മേഖലയിലെ ജീവനക്കാർ, മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ചേതികൾ ഒന്നൊന്നായി ഈ നാട്ടിലെ തൊഴിലാളി സുഹൃത്തുക്കളും ജീവനക്കാരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ശമ്പള പരിഷ്കരണം ഒരു കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു. 5 ഗഡു DA കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് കുടിശ്ശികയായി കിടക്കുന്നു. ഇലക്ഷൻ വരുമ്പോൾ 1-2 കിട്ടിയതൊഴിച്ചാൽ ഇപ്പോഴും കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് 5 ഗഡു DA ബാക്കിയാണ്. 5 ഗഡു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2.5 വർഷക്കാലമായി വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെയും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും DA കുടിശ്ശികയായി കിടക്കണം. നിലകളിൽ തൊഴിലാളി സംഘടനകളും നമ്മളൊക്കെ പറഞ്ഞത് DA നമ്മുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല എന്നാണ്. എന്നാൽ നമ്മുടെ കേരള സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞത് DA അവകാശമല്ല എന്നാണ്. അവകാശമല്ല എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ഔദാര്യമാണ് എന്നാണ്. അങ്ങനെ ജീവനക്കാരനെ ഒന്നൊന്നായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ലീവ് സറണ്ടർ ആനുകൂല്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, കേരളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ കടന്നുപോയ കാലഘട്ടം. CAK ആന്റണി ഈ സംസ്ഥാനം ഭരിക്കുന്ന കാലഘട്ടം. അതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരിൻ്റെ കാലത്ത് വിളിച്ചു വെച്ച സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം താൽക്കാലികമായി സറണ്ടർ ആനുകൂല്യം നിർത്തിവെച്ചപ്പോൾ ഈ രാജ്യത്ത് വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തവരായിരുന്നു ഈ നാട്ടിലെ സഹോദരന്മാർ. എന്നാൽ ഇന്ന് DA കിട്ടാത്ത കാലം എത്രയായി? സറണ്ടർ ആനുകൂല്യം കിട്ടാത്ത കാലം എത്രയായി? ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് കേന്ദ്രവിരുദ്ധ സമരവും പറഞ്ഞ് ഇപ്പോഴും ജീവനക്കാരനെ വഞ്ചിക്കുവാൻ ഈ ബോർഡിലെയും സംസ്ഥാന സർവീസിലെയും ഇടത് സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേബർ കോഡുകൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി നീക്കം ഉപേക്ഷിക്കുക, DA കുടിശ്ശിക സറണ്ടർ അനുവദിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, പ്രൊമോഷനുകളും പുതിയ നിയമനവും നടത്തുക, പ്രഹസന വിജിലൻസ് പരിശോധന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത്. ഡിവിഷൻ സെക്രട്ടറി സനീഷ് പെരുന്തൊടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡിവിഷൻ പ്രസിഡന്റ് ഷാജി മണാട്ട് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ KEEC സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് KK മുഖ്യപ്രഭാഷണം നടത്തി. വർക്കിംഗ് പ്രസിഡന്റ് വിനോദ് കുമാർ, സജിത് PT എന്നിവർ സംസാരിച്ചു. ഡിവിഷൻ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് കുമാർ അരിക്കുളം നന്ദി പറഞ്ഞു. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഫെബ്രുവരി 5 മുതൽ 11 വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ. മനസ്സിനിണങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷന് പുറമെ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.